നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സമ്മതിപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. അക്ഷരെ കൊണ്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. ശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ നടന്നാലോ. ഉറപ്പൊന്നും പറയില്ല, ശ്രമിക്കാം, അതേ പറ്റൂ. മതി, അത് മതി. എന്റെ അവസ്ഥ പറഞ്ഞാ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് വേണ്ട. ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന ഒരാളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അങ്കിളിന് ചിലപ്പോ താല്പര്യം കണ്ടേക്കും. എന്നാ ആ സൗജന്യം എനിക്ക് വേണ്ട. എന്റെ മമ്മയുടെ മനസ്സ് അതോടെ തകരും. എല്ലാം ഞാൻ അക്ഷര ഏൽപ്പിക്കുന്നു. അക്ഷര ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രതീക്ഷ കൈവിടണ്ട, ചിലപ്പോ ആ അത്ഭുതം നടന്നാലോ. നോക്കാം. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? മോനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ഞാനല്ലേ, അതിന്. അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ഞാൻ പാർവതിയല്ലല്ലോ മോളെ. അവനെ അന്ധമായിട്ട് വിശ്വസിക്കേ. അവൻ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് പണ്ടേ എനിക്ക് തോന്നിയിരുന്നു. നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കാത്ത വിധത്തിൽ അവൻ വളർന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം കുഴപ്പം പിടിച്ചതാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ചില സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും. അവൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപകടകാരിയമ്മ. അവന് ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നേടാൻ ആര് തടസ്സമായിട്ട് വന്നാലും അവനത് ഒഴിവാക്കും, ഏത് വിധേനയും. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇനി അവനെ ചോദ്യം ചെയ്യുകയും നിയമത്തിന് കൈമാറുകയൊക്കെ ചെയ്യുമല്ലോ. വിചാരണ കഴിയുമ്പോൾ അവനാണ് തെറ്റുകാരനെന്ന് കോടതി കണ്ടുപിടിച്ച നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും. പിന്നെ ഒരിക്കലും ഞാൻ അവന്റെ കൂടെ നിൽക്കില്ല. മാതൃകാപരമായ ശിക്ഷ അവന് വാങ്ങിക്കൊടുക്കാൻ ഞാനായിരിക്കും മുൻപന്തിയിൽ ഉണ്ടാവുക. മനസ്സിൽ തട്ടി തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ മാറ്റം. മറ്റെന്തും ഞാൻ ഒരുപക്ഷെ സഹിച്ചേനെ. പക്ഷേ എന്റെ ശ്രാവൺ സ്വന്തം ചോരയായിരുന്നില്ലേ, സ്വന്തം കൂടപ്പിറപ്പായിരുന്നില്ലേ അവൻ. അത് കേട്ടപ്പോഴാണ് ഞാൻ മാറാൻ തുടങ്ങിയത്. ഈ കേസിന്റെ അവസാനം എങ്ങനെയെന്ന് കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. എനിക്കറിയണം എന്റെ മോൻ തെറ്റുകാരനാണോ അല്ലയോ എന്ന്. അതറിഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. തീരുമാനങ്ങളോ? അതൊക്കെ ദേവികയ്ക്ക് മനസ്സിലാവും. എന്തായാലും ദേവിക അപാര ധൈര്യമാണ് കാണിച്ചത്. ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ. എന്താ ഈ മാറ്റത്തിന്റെ കാരണമെന്നൊന്നും അറിയില്ല. ഒന്നെങ്കിൽ അവര് പറയുന്നത് മുഴുവൻ വിശ്വസിക്കണം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കണം. എന്തോ അവരെ വിശ്വസിക്കാനാ എനിക്ക് തോന്നുന്നത്. ഉള്ളിത്തട്ടി അവര് സംസാരിച്ച് അവർക്ക് നല്ല വിഷമമുണ്ട്. അതിന്റെ മാറ്റമുണ്ട്. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞ ശരിയായില്ലേ? എടീ, ശരത്തിനെ ജാമ്യത്തിലിറക്കാനുള്ള കഴിവ് നിനക്കില്ലെന്ന് പറഞ്ഞപ്പോ നീ അത് സമ്മതിച്ചില്ല. അനുഭവത്തിൽ നിന്ന് ഇപ്പൊ പാഠം പഠിച്ചില്ലേ? സ്ട്രോങ് വകുപ്പുകളാ വിഷ്ണു പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഞാനല്ല, എന്റെ സ്ഥാനത്ത് വേറെ ആരായാലും ജാമ്യം തള്ളിയേനെ. തോറ്റു കഴിയുമ്പോ എല്ലാ വക്കീലന്മാരും പറയുന്ന സ്ഥിരം ഡയലോഗാ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത്. ഡയലോഗ് പറഞ്ഞോ, പക്ഷെ അത് ഞാൻ വിശ്വസിക്കണമെന്ന് മാത്രം നീ വാശി പിടിക്കരുത്. ആകെ നാണക്കേടായി. ശരത്തിനെ ജാമ്യത്തിലെടുത്ത് സിദ്ധുവിന്റെ മുൻപിൽ ഞെളിഞ്ഞു നിൽക്കാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അത് നടന്നില്ല.
നിനക്ക് സിദ്ധുവിന്റെ മുമ്പിൽ ആളാവാണോ വേണ്ടത് അതോ കേസ് ജയിക്കാണോ വേണ്ടത്? രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ലേ? എന്നാലും പ്രയോറിറ്റി എന്ന് പറയുന്ന സാധനമില്ലേ? നീ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നേ? സിദ്ധുവിനാണോ അതോ ശരത്തിനോ? അത് ശരത്തിന് തന്നെയാ. ആണല്ലോ. എങ്കിൽ നീ ഒരു തവണ കൂടി ശ്രമിക്കും, നീ വിജയിക്കും. കോൺഫിഡൻസ് മുഴുവൻ പോയി വിഷ്ണു. വിജയിക്കുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. ആദ്യത്തെ തവണ ജാമ്യം തള്ളിയ പല കേസിലും രണ്ടാമത്തെ തവണ ജാമ്യം കൊടുക്കാറ് പതിവാ. പക്ഷേ നീ ആയിരിക്കില്ല കോടതിയിൽ അപ്പിയർ ചെയ്യുന്നത്. പിന്നെ അതൊക്കെ പറയാം. സമ്മതമാണെങ്കിൽ നീ കുറച്ച് കാശ് അറേഞ്ച് ചെയ്തേക്ക്. കാശോ? ആ, വരുന്ന വക്കീലിന് കാശ് കൊടുക്കണ്ടേ? അവര് പാവങ്ങളാ വിഷ്ണു, അവരുടെ കയ്യിൽ കാശൊന്നും ഇല്ല. എന്നാ പിന്നെ ശരത്തകത്തിന് നടക്കട്ടെ. അയ്യോ അത് വേണ്ട, ശരത്ത് പുറത്തിറങ്ങണം. എന്നാ പിന്നെ നീ പറഞ്ഞതനുസരിക്ക്. ഈ സിറ്റിയിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീൽ തന്നെ ശരത്തിന് വേണ്ടി ഹാജരാവും. ക്രെഡിറ്റ് നിനക്ക് തന്നെ ആയിരിക്കും. വക്കാലത്ത് നിന്റെ പേരിലാണല്ലോ ഇട്ടിരിക്കുന്നത്. സമ്മതമാണെങ്കിൽ പറ, ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. ആലോചിക്കാനൊന്നുമില്ല, ശരത്ത് പുറത്തിറങ്ങണമെങ്കിൽ മാത്രം മതി. ശരി, സമ്മതം. ആ, അങ്ങനെ വഴിക്ക് വാ എന്റെ വക്കീലെ, നമുക്ക് ശരിയാക്കാം.